ഹായ് ഗായ്സ്, വെൽക്കം ടു ആമി ടാക്കീസ്. നാളെ നമ്മൾ സഹസ്രയ്ക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ്. നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് വെക്കുന്ന, അതായത് പ്രിപ്പറേഷൻസ് ആണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. പിടിച്ചിട്ടില്ലേ? ചുട്ടു ചുട്ടു ചുട്ടുമണിയാണോ ഇത്? ആരാ വന്നത്? ആരാണെങ്കിലും കുഴപ്പമില്ല അമ്മ, വേറൊരാള് വന്നില്ല. എന്താ തല്ലി പാടിക്കോ? ചോട് തിന്നാൻ പോവാനോ? ചോട് തിന്നാൻ പോവാണോ? അയ്യോ, സന്തോഷമാണ്, സന്തോഷമാ. എങ്ങോട്ട് പോണ്ടേ? താറ്റി പോണോ? എവിടെ പോണേ? എന്താ താറ്റി പോണോ? ആരാ വന്ന്? ആരായാലും ആരായാലും കുഴപ്പമില്ലേ? പുറത്തോട്ടൊന്നും പോകാൻ പറ്റൂല. നഖം വെട്ടണമെന്നെങ്കിൽ നഖം എത്ര പെട്ടെന്നാ വളരുന്നത്. ഞാൻ ഡോർ അടച്ചിട്ട് വരാം. ഇത് കുളിപ്പിക്കുന്ന തോർത്തല്ല, ആദ്യം ഞങ്ങൾക്ക് പാവയാണ്. പക്ഷെ ഇത് കുളിപ്പിക്കുന്ന തോർത്ത. അലക്കിട്ടൊക്കെ എടുത്താൽ മതി. അതെ, അമ്മയ്ക്ക് സ്നാക്സ് ആയിരിക്കും. പിന്നെ മുറുക്കും 3 ഫ്രൂട്ടി ഉണ്ട്. എനിക്ക് ഒരു ഫ്രൂട്ടി മതി എന്നൊക്കെ. ഈ മുറുകല്ലാന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു ഗൈസ്. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. മാഗി ഉണ്ടാക്കി. എന്ത് ചെയ്യാൻ കുട്ടി കഴിക്കാതിരിക്കുന്നു? ഫ്രൂട്ടിയൊക്കെ കുടിച്ചിട്ട് എത്ര നാളായി. ഞാൻ മറ്റേ ബോട്ടിലാണ് നോക്കിയത്, പക്ഷെ ബോട്ടിൽ അവിടെ ഞാൻ വല്ലാതെ ഓർക്കുന്നു നീ ആ ഫാമിലി ചോയ്സ് ഒന്നും മേടിച്ചിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും കൊള്ളാം. മാഗിയും ഫ്രൂട്ടിയും. ഇതൊരു കാര്യം കൊള്ളും കുഞ്ഞു. കൊറേ നാൾക്ക് കുടിച്ചപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഫീല്. നിനക്ക് ആ ഫീൽ ഉണ്ടോ? അറിയാൻ പറ്റത്തുള്ളൂ. ഇതിന്ന് കുടിക്കാവേ. അതെ, കുടിച്ചു നോക്ക്, എന്നിട്ട് ആ ഫീൽ ഉണ്ടോ? നൊസ്റ്റ് അടിച്ചതൊക്കെ. ഫ്രൂട്ടി എപ്പോഴും ഒരു കണ്ടോ, സന്തോഷം കണ്ടോ? സന്തോഷമായി അവക്ക്. എക്സൈറ്റ്മെന്റ് കണ്ടു. പിന്നല്ലാണ്ട് അല്ലെങ്കിൽ നിന്നെ കാണിച്ചിട്ട് തുള്ളല് കൂടുതലാണ്. എന്നെ കണ്ട എല്ലാ പ്ലം തുള്ളൂ. എന്നെ കൊണ്ട് തുള്ളാൻ തോന്നൂ. ശ്വാസം വിളിക്കത്തില്ല. ഇനി വിളിക്കത്തില്ല, ഫോൺ എടുത്ത് ഇനി വിളിക്കത്തില്ല. അമ്മേനാണ് കുഞ്ഞിപ്പ് വിളിച്ചേ. അമ്മേനാണോ? ഏത് ഭാഷ? ബൂവാന്നാണോ പറയണേ? ബൂവാന്നാണോ പറയുന്നത്? നമുക്ക് പോവാ. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകൂ എന്നാണ് പറയുന്നത്. പോവാനാണോ പറഞ്ഞ? അവരെല്ലാം കൂടെ വയലോട്ട് കയറ്റാനുള്ള വായുണ്ടോ? എന്താണ്ടൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നീ ഇത്രയും ദിവസം എവിടെ ആയിരുന്നു എന്നൊക്കെ ആയിരിക്കും ചിലപ്പോ. ഇംഗ്ലീഷ് അറിയുള്ളൂ, മലയാളം അറിയത്തില്ലേ? അമ്മ പറഞ്ഞ അമ്മ പറയും മാമി. മാമില്ല, അമ്മ. ഓക്കെ, കേട്ടോ. ഗൈസ്, നാളത്തെ ചോറൂണ് എന്ത് പറയാൻ എനിക്ക് അറിയില്ല. എന്താ പറയണം? ഇത് വെട്ടമില്ല ഇവിടെ. ഇവിടെ എന്താ സുന്ദരി. നാളെ ഈ പീസിന് നമ്മൾ ചോട് കൊടിക്കാൻ പോവാ. ഇത് കണ്ടോ, എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അപ്പ വരും. ഇത് നോക്ക്. പോസ്റ്റ് പാട്ടത്തിന്റെ ഇപ്പൊ എന്ത് പറഞ്ഞാലും പോസ്റ്റ് പാട്ടത്തിന്റെ. അതെ, ഇവളും കൊച്ചും കൂടി ഇവിടെ നിന്ന് കളിക്കുക. ഞാൻ പോയിട്ട് പച്ചടി ഉണ്ടാക്കാൻ പോവാ. ബീട്രൂട്ട് പച്ചടി.
അയ്യോ യൂട്യൂബ് വീഡിയോസ് ഒക്കെ നോക്കി വെച്ചു. ഇത്രയും വലിയ ഹൈപ്പ്. അല്ല ഇന്നിപ്പം നമ്മള് നോൺ വെജ് ഒന്നും കഴിക്കുന്നില്ല. അതെ അതെ. പക്ഷെ നമ്മൾ എഗ്ഗ് കഴിച്ചു. എഗ്ഗ് വെജാണോ നോൺ വെജാണോ എന്തോ എഗ്ഗ് കഴിച്ചു. പക്ഷെ ചിക്കൻ മട്ടൺ ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പോൾ ചോറിന് കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. നിനക്ക് സത്യം പറ ചോറ് കഴിക്കുന്നതല്ലേ ഇഷ്ടം? അതെ, ചോറ് മോര് തോരൻ ഇഷ്ടം. അതെനിക്കറിയാം. ആ സ്നേഹം മനസ്സിലാക്കി. അതെ, അവള് വരുന്നുണ്ടാ ഞാൻ ചോറുണ്ടാക്കാന്ന് വിചാരിച്ചത്. ഞാൻ ചോറ് തിന്നാതെ കിടക്കും. അപ്പൊ പച്ചടിയൊക്കെ ഉണ്ടാക്കട്ടെ. അതായത് ബേസിക്കലി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നാളെയാണല്ലോ ചോറ് കൊടുക്കുന്നത്. അപ്പം ഇന്ന് സ്വാഭാവികമായിട്ടും തലേ ദിവസമാണല്ലോ. അപ്പം ചോറൂണിൻ്റെ തലേ ദിവസത്തെ കാര്യങ്ങൾ പ്രിപ്പറേഷൻ വീഡിയോസാണ്. ഓക്കെ, അപ്പോൾ ഫുഡിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് ബാക്കി കാണാം. കുക്കിംഗ് ഒക്കെ മെല്ലെ നമ്മൾ തീർത്തിട്ട് കുഞ്ഞിനെ നമ്മളൊന്ന് ഡീൽ ചെയ്തു. അവളെ ഒന്ന് ഫ്രഷാക്കി ഉറക്കി കിടത്തിയിട്ട് നമ്മൾ ഇനി സാരിയുടെ പരിപാടിയിലേക്ക് പോവുകയാണ്. സാരി പ്ലീറ്റൊക്കെ എടുത്ത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. അതാകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ സാരി ഉടുക്കാമല്ലോ. കാരണം സാരി ഉടുത്തിട്ട് കുറേ നാളായി. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തന്നെത്താനെ നമുക്ക് സാരി ഉടുക്കാൻ പറ്റും. രണ്ടാൾക്കും വലിയ പിടുത്തമൊന്നുമില്ല, എന്നാൽ തീരെ അറിഞ്ഞൂടാന്ന് പറയാനും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇതിൽ പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരു സാരി മാത്രമേ നമുക്ക് റൂമിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഇനി അവളൊന്ന് എഴുന്നേറ്റിട്ട് വേണം, കുഞ്ഞൊന്ന് എഴുന്നേറ്റിട്ട് വേണം നമുക്ക് എൻ്റെ സാരിയും കൂടെ എടുത്ത് താഴെ കൊണ്ടുവന്നത് ചെയ്യാൻ വേണ്ടി. ഈ സാരി കുത്തുന്ന പിന്നൊരു വൻ ട്രാജഡി ആയിപ്പോയി ഗൈസ്. ആ സാരിയിലേക്ക് അത് കുത്തിയിട്ട് താഴേക്ക് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. സാരിയൊക്കെ റെഡി ആക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. ഫുഡെല്ലാം ഇവിടെ ചൂടാക്കുന്നു. ക്യാബേജ് തോരൻ, കിഴങ്ങ്, ചോറ്, പിന്നെ ഇവിടെ ചമ്മന്തി ഇപ്പോഴാക്കിയതേ ഉള്ളൂ. ഹലോ ഗായ്സ്, ദിസ് ഈസ് ജാനിക്കുട്ടി വ്ലോഗ്സ്. നമ്മളിപ്പോൾ 1.5 മണിക്കൂറത്തെ ഉറക്കത്തിന് ശേഷം കണ്ണു തുറന്നു. എന്നിട്ട് കിച്ചണി വന്നപ്പോഴോ അമ്മ ഇവിടെ ചോറ് വെക്കുവാ. അമ്മ ചോറ് വെക്കുന്നത് നോക്കി ഞാൻ വെക്കുവാ. അമ്മ ഇതാ നിൽക്കുന്നു. അമ്മയും മോളും എന്താ പറഞ്ഞു? ചേട്ടാ ഒന്നും മുഖം കൊടുക്കുമെങ്കിൽ എങ്ങനെയുണ്ട് ഫുഡ്? ഒന്നുകൂടെ എടുത്തത് ശരിയല്ല. ഫുഡ് എങ്ങനെയുണ്ട്? ഇന്ന് പൊളിച്ച് കൊള്ളാം. ഇന്ന് പൊളിച്ചെന്ന് കറി കൂടുതലായി പോയി. ഇന്ന് പൊളിച്ചെന്ന് വെച്ചാ കൊറേ ദിവസമായി ചോറ് കഴിച്ചിട്ട്. അതുകൊണ്ട് ഇന്ന് പൊളിച്ചെന്ന് വെച്ചാൽ ഇന്നലെ പൊളിച്ചില്ലെന്നാണ് അത്. ഇന്നലത്തെ പോരായിരുന്നു. ഇന്നലെ സോസേജ് ആയിരുന്നു. മിനിങ്ങാന്ന് എന്തായിരുന്നു. ഫുഡ് നല്ല ടേസ്റ്റ് ആയത് കാരണം കുറച്ചധികം കഴിച്ചായിരുന്നേ. പിന്നീട് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. പിന്നെ എല്ലാം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ അതുപോലെ ഇപ്പൊ തിരിച്ചുകൊണ്ട് വരും. ഉറങ്ങാൻ പോവാണോ? ഓക്കെ ബൈ. ഇപ്പൊ അവിടെ നിന്ന് എന്നെ വിളിക്കും. കിച്ചണൊക്കെ വൃത്തിയാക്കിയിട്ട് ബോട്ടിൽ കഴുകി വെച്ച് മെല്ലെ വന്നാൽ ചൂടുള്ള ഫ്ലാസ്ക് ഒഴിച്ചു കണ്ടറിയാം. ബൈ ബൈ. ഇപ്പൊ കൊണ്ടുവരും തിരിച്ച്. അവിടെ ചെല്ലുമ്പോ എനിക്ക് എന്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ ഇപ്പൊ കരയും.